മുകളിൽ ഏകദേശം എത്തിയെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഈ കിതപ്പൊക്കെ ഒന്ന് മാറിയ പോലെ, കാരണം അത് ഒരു ഐഡിയില്ലാതെ ഇങ്ങനെ കയറുകയാണല്ലോ. അപ്പോൾ എത്തിയെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഉന്മേഷം കിട്ടിയ പോലെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാൻ അങ്ങ് സെറ്റായിട്ട് നിൽക്കുകയാണ്. എങ്ങടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരീക്കോട് ചെക്കുന്നുമല എന്ന് പറയുന്ന ഒരു ഹിൽ പോയിന്റ് കാണാനായിട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു വെറൈറ്റി ഒക്കെ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ട് ഒരു ടെൻറ്റ് ക്യാമ്പയിനൊക്കെ ചെയ്തിട്ട് നാളത്തെ സൺറൈസും നാളത്തെ ഒരു ഫോഗിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പോകേണ്ടതായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് അവിടെ ടെൻറ്റൊക്കെ ഇപ്പോഴേ സെറ്റ് ചെയ്തിട്ട് അങ്ങ് സ്റ്റേ ചെയ്തിട്ടായിരുന്നു നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ ലേശം ലേറ്റായി പോയി. നമ്മൾ രാത്രിയാണ് മല കയറുന്നത് ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ രാത്രിയത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ മാക്സിമം കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എന്താണെന്നൊക്കെ വഴിയെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അരീക്കോട് നിന്ന് പൂവത്തിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മേലോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്കാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അബി മച്ചാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അബിയുടെ ഫ്രണ്ട് കൂടി കേട്ടോ നമ്മളെ മുകളിലേക്ക് എത്തിക്കാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം. അല്ല പരിചയമുള്ള ഞങ്ങൾ പോകുമ്പോൾ പരിചയം ഇല്ലാത്തവരാകുമ്പോൾ തീരെ കയറാക്കില്ല. അത് ശരി. അവരെന്ത് പറയണ്ട, എന്താ കാരണം, എന്താ അവരെ ഉപദ്രവിക്കാൻ വരും അങ്ങനെയാണെന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഒരു വെറുതെ ഒരു ചൂട് വെള്ളത്തിലേക്ക് കയറത്തില്ല. അത് ശരി, അത്രേ ഉള്ളൂ. കയറാൻ കഴിയില്ലേ? ഇല്ല, അപ്പുറത്തൂടെ പ്രശ്നം ഉണ്ടാവില്ല തന്നെ. നമ്മൾ അവിടേക്ക് ഡയറക്റ്റ് വഴിയുണ്ട്. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വഴി ഈ ഒരു സമയത്ത് പോകാൻ പറ്റില്ല. കാരണം അവിടെ ആദിവാസികളും അവരുടെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. കാരണം അവർ അങ്ങ് കടത്തി വിടില്ല, കുറച്ച് ഡേഞ്ചറാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലേശം ഒരു എന്താ പറയുക വേറൊരു വഴി തിരിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കയറാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതായത് ബൈക്ക് ഓടിച്ച് വന്നിട്ട് ഇനി നമ്മൾ പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്നിട്ടുള്ള ട്രക്കിങ്ങാണ്. അപ്പോൾ ബൈക്ക് ഏകദേശം ഈ ഒരു സ്പോട്ട് വരെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക പൂർണ്ണമായിട്ട് കാണിച്ചു തരാനൊന്നും പറ്റില്ല. അപ്പോൾ നാളെ നേരം വെളുത്തിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഇതുവരെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ ഇവിടെ എത്തിയതാ നിഖിൽ മച്ചാ. പേരൊക്കെ ഒന്ന് പറയടാ. പേര് അഭിജിത്ത്, ദിലീപ്, ഷംനാസ് ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം ചൂളാടിപ്പാറയിൽ നിന്ന് നമ്മൾ പൂവത്തിങ്കൽ വന്നു. പൂവത്തിങ്കലിൽ തെച്ചാമ്പറമ്പ്. ഈ തോട്ടന്റെ പേര് പെരിങ്ങപ്പാറ അല്ലേ? അത് ശരി. ഇവിടെ നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ? ഇനി ഇതാ ഈ കാണുന്ന ഇതിൽ തന്നെ നാലോട്ട് ഈ കാണുന്ന ഏകദേശം എത്ര കിലോമീറ്റർ അവിടെ നടക്കുകയാണെങ്കിൽ? 2 ഇപ്പൊ ഒന്ന് കറക്റ്റ്, അതായത് നമ്മൾ സൈറ്റിൽ ചെന്നിട്ട് നമ്മൾ ഫസ്റ്റ് എങ്ങനെയായിരുന്നു പറഞ്ഞ റബ്ബറിന്റെ മറ്റേ ടാപ്പിങ്ങിന്റെ സ്ഥലം ഈ സൈഡിൽ, ഈ റബ്ബറിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ 2 വഴിയായിട്ട് തോന്നുന്നു. 2 വഴിയിലല്ലോ, ഇതിലാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് കയറി ഡൗട്ട് ഉണ്ടെങ്കിൽ അതായത് ഞാൻ ടാപ്പിങ്ങിന്റെ സ്ഥലത്തിട്ട് 2 റോഡ് തിരിയും. അന്ന് സൈഡിൽ കൂടെ ഉള്ള വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ അടുപ്പിച്ചില്ല. പിന്നെ നമ്മൾ അങ്ങനെ പോയാൽ മതി. ഓക്കെ, ഞാൻ വിളിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ എന്നാ നോക്കട്ടെ, കാണാം. അപ്പൊ ബൈക്ക് ഞങ്ങൾ വിശ്വസിച്ച് പേടിക്കണ്ട, വിളിച്ചാൽ മതി. അപ്പൊ നമ്മള് ബൈക്ക് ഇവിടെ വെച്ച് പോകണ അത്ര സേഫ് അല്ല. അപ്പൊ അതുകൊണ്ട് ഇവരെ ഏൽപ്പിക്കുകയാണ്. ഒരു എന്താ പറയാ രാവിലെ കൊണ്ടുവരാം. നമുക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടല്ലേ? നോക്കടാ, നിങ്ങൾ ഈ സ്പോട്ടിൽ എത്തിയിട്ട് വിളിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ മക്കളെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരുള്ളൂ. കാട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാടാണ്. കാരണം എന്നാൽ ഏകദേശമൊക്കെ ഒരു രൂപം ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട്. അപ്പോൾ ഇനി രാവിലെ എങ്ങനെയൊക്കെ എന്താണെന്നൊക്കെ കറക്റ്റ് കാണിക്കുക. കാരണം കൂടുതലങ്ങ് കണ്ടു കഴിഞ്ഞാൽ പേടി വരും. അപ്പോൾ ഏകദേശമൊക്കെ കണ്ട് ഒരു ധൈര്യം വെച്ച് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് പോകേണ്ട രീതിയിലും കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഊഹാപോഹം വെച്ച് അങ്ങനെ പോവുകയാണ്. ഒക്കെ സെറ്റാണ്, ഫുഡ് സെറ്റാണ്, നമ്മുടെ ടെൻറ്റ് സെറ്റാണ്. ഏതായാലും പോയി നോക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ കയറാൻ പോകാൻ ഇത് നമ്മുടെ ആ ടെൻറ്റിൻ്റെ എന്താ കവറിലായിട്ട് ഒന്നായിട്ട് കിട്ടിയതാട്ടോ. അപ്പോൾ ആദ്യത്തെ സ്പോട്ടാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങ് കയറി കഴിഞ്ഞാൽ എവിടെയാണ് ഡ്രോപ്പ് ആവുക ഞാൻ പോകുന്നിടത്തോളം അങ്ങ് പോവാം. സമയം 8:45 നമ്മളൊരു 7 ആ സമയത്തായിരുന്നു നമ്മൾ കയറാൻ തുടങ്ങിയത്. ഇപ്പോൾ വന്ന് നമ്മൾ നേരത്തെ കയറില്ല. ഒരു എന്താ പറയുക തട്ടുതട്ടായിട്ടുള്ള ഒരു സ്ഥലം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ചെന്ന് ചാടിയത് നമ്മൾ വേറൊരു സ്പോട്ടിലേക്കാണ്. ഒരു ലെവൽ റോഡാണ്. അവിടെ അങ്ങനെ ഒരു ബോർഡ് കണ്ട്. അപ്പോൾ ആ വഴിക്ക് ഒന്ന് പോയേക്കാം. ഇപ്പോൾ കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലം കേട്ടോ.
ഇവിടെ ചെറിയ വഴിയാട്ടോ. ഇവിടെ മരം വീണതാണ്, മരം വീണ്ടും ഡ്രോപ്പ് ആയതാ. ഇവിടെ ഒച്ച ഉണ്ടാക്കി നടന്ന ഏജന്റുകൾ ശാന്തം പേടിപ്പിക്കുന്നത്. അവിടെ നമ്മുടെ വഴിയുണ്ട്, പക്ഷെ അവിടെ ഈ മരം വീണതാണോ ഇതെന്താ നിന്റെ വയ്യാലായിട്ട്. അവിടെ വഴി ഉണ്ട്, ഉണ്ടായിക്കേ. അവിടെ ഇവിടെ ഇങ്ങനെ കയറി പോവാ. പിന്നെ ആദ്യം പോകുന്നില്ല ആ വഴി ഉണ്ടല്ലോ നമ്മൾ ഒരു ഇതിനുള്ളിലേക്ക് പോയത്. അതിലാശം എന്താ വെച്ചാൽ രാത്രി അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു മരം വീണിട്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് പുല്ലും ഒക്കെ എന്താ പറയുക അങ്ങനെ കൂടി നിന്നിട്ടേ വരാൻ ലാശം ബുദ്ധിമുട്ടുണ്ടുള്ളൂ. ഇപ്പോൾ പ്രശ്നമില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് കയറിയ ആദ്യത്തെ ഏകദേശം ഒരു വഴി തന്നെയാണ്. ഇനി ഇവിടുന്ന് കയറ്റാൻ തന്നെ കേട്ടോ, നല്ല കയറ്റാം, നിൽക്കണില്ല. കയറി വെക്കാം. ടെൻ്റ് കുറച്ച് നേരം പിടിക്കണം. അപ്പോൾ നമ്മൾ ഒരു മല കയറി ആ വഴി അങ്ങ് പോകുന്നു. അവന്മാർ പറഞ്ഞ ആ ഒരു റൂട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ഐഡിയക്ക് ഏകദേശം ഓക്കെ ആയിട്ട് തോന്നിയത്. പക്ഷേ നമ്മൾ പോകുന്നപ്പോൾ ഈ വഴി അങ്ങ് ഡ്രോപ്പായി. ഇനിയിപ്പോൾ മേലോട്ട് പോകണമെന്ന് എന്തൊക്കെയോ സൗണ്ടൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാണ്. ഇതുവരെ കേൾക്കാത്ത ആ ടൈപ്പ് സൗണ്ടൊക്കെ കേൾക്കണേ. ഇവിടെ അങ്ങ് ടെൻറ്റ് ചെയ്തിട്ട് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നാണ്ട് അങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെയും ടെൻറ്റ് സെറ്റ് ചെയ്തിട്ട് അങ്ങ് നിന്നാലോ ആലോചിക്കണേ. മുകളിലോട്ട് പോകാൻ വയ്യ, എല്ലാവരും കുഴഞ്ഞ്. വഴീൻ്റെ വീതി കുറഞ്ഞ് വരുന്നുണ്ട്. ഈ കയറ്റത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഊക്ക് അറിയാതൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകണേ. ഒന്നും കാണാൻ പറ്റില്ല. ഈ ചാക്ക് നിങ്ങൾ വിചാരിക്കുന്ന ചാക്ക് എന്താണെന്ന് ടെൻ്റ് കേട്ടോ, ടെൻറ്റിന് ബാഗില്ല. അത് ഞങ്ങൾ മാറി പിടിക്കുക. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള സാധനം ഈ ടെൻറ്റാണ്. പക്ഷെ എൻ്റെ പൊന്നെ, നീ പറഞ്ഞ മാതിരി ഇംഗ്ലീഷ് സിനിമയിൽ എങ്ങനത്തെ സീനൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇതിനൊരു അവസാനമൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങ് ടെൻ്റ് അടിച്ചിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ആ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ജസ്റ്റ് അവനെ വിളിച്ചു നോക്കിയപ്പോൾ ലൈനിൽ കിട്ടി. അപ്പോൾ അവൻ പറഞ്ഞ് നിങ്ങൾ എന്താ പറയുക, എടാ ഒറ്റണ്ടാ, നിങ്ങൾ എന്താ പറയുക വന്ന വഴി അങ്ങ് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ഞങ്ങൾ അന്വേഷിച്ച് ഏകദേശം നോക്കി വന്നപ്പോൾ വേറെ റൂട്ട് കൂടി എത്തി. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ വന്ന് ഇവിടെ പിന്നെ കയറ്റങ്ങ് നിൽക്കുന്നില്ല എത്ര കയറിയിട്ടും. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് എന്താ പറയുക ഇരിക്കുന്നിട്ട് പോവാച്ചിട്ട് ഫുള്ള് കുളിച്ചു പോയി. കുറച്ചുകൂടി കൂടി ഒന്ന് ഇരുന്നിട്ട് അങ്ങ് പോവാച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളങ്ങ് എന്താ പറയുക സ്റ്റേ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പുറത്തേക്കുള്ള കാഴ്ച കാണൂല, അതുകൊണ്ടാണ് ജസ്റ്റ് ഉള്ളിലുള്ള ഒരു കാഴ്ച ഞാൻ ജസ്റ്റ് കാണിക്കുക. ഭയങ്കര തണുപ്പായിട്ട് ഉള്ളിൽ കണ്ടോ. ഉള്ളിൽ ഞങ്ങൾ ടെൻ്റൊക്കെ അടിച്ച് സെറ്റപ്പാക്കി. എന്താ പറയുക ഇതൊക്കെ ജസ്റ്റ് അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലാസ്റ്റ് കണ്ട ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് എന്താ പറയുക നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മൾ കയറിയിട്ടുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ മുകളിൽ ഏകദേശം ഒരു ടോപ്പ് ഇനി മുകളിലേക്ക് കയറാനുണ്ടാവുന്ന ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളെ ബാറ്ററിയുടെ ഒക്കെ പ്രശ്നം, വെളിച്ചത്തിനൊക്കെ പ്രശ്നം കൊണ്ട് നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്താണ്. അങ്ങനെ എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ച് ലാസ്റ്റ് ടൈമാണ്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുപ്പിക്കുക എന്നുള്ളതാണ്. വല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങ് ലൈറ്റ് വെച്ചിട്ട് അങ്ങ് എന്താ പറയുക കിടക്കാനൊക്കെ പേടിയാണ്. കാരണം പുറത്ത് ഒരുപാട് കേൾക്കാത്ത ഒരുപാട് സൗണ്ട്സൊക്കെ വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ പോലും പേടി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനി എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുപ്പിക്കുന്നത്. പുറത്ത് ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുപ്പിക്കാനുള്ളതാണ്. ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സമയം 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഉണർന്നതാണ്. ടാപ്പിങ്ങിൻ്റെ ടീം 2-3 ചേട്ടന്മാരിലൂടെ പോയപ്പോഴാണ് ഞങ്ങൾ ഉണരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു വല്ല ഫോറസ്റ്റുകാരാണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊന്ന് പേടിച്ച്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ ടെൻ്റ് ഒന്ന് താത്തി നോക്കിയപ്പോൾ കിടന്നോടി എന്ന് പറഞ്ഞാണ്ട് ഓരോ വഹിക്കാണ്ട് പോയി. അപ്പോൾ ഞാൻ ചോദിച്ച് ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ വെള്ളമോ കാര്യങ്ങളെന്താ കിട്ടാണ്ട് ചോദിച്ചപ്പോൾ ഒരു ഇവിടെ തൊട്ടടുത്തൊരു കിണറുണ്ട്. ആ കിണറുണ്ടായിട്ട് ഞങ്ങൾ ഇന്നലെ തൊണ്ടയൊക്കെ ഉണങ്ങി ആകെ ക്ഷീണിച്ചങ്ങ് കിടന്നുറങ്ങി. കാരണം എന്താ വെച്ചാൽ ഇന്നലെ കയറുമ്പം തന്നെ കൊണ്ടുവന്ന വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞാൽ ഭക്ഷണത്തിന് കൈ കഴുകാനും അതിൻ്റെ കൂടെ കുടിക്കാനൊക്കെ കൂടി എടുത്തപ്പോൾ ആകെ വെള്ളം തീരെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. പിന്നെ തൊണ്ടൊക്കെ ഡ്രൈ ആയിട്ടൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ ആകെ ക്ഷീണിച്ചിരുന്നു. എല്ലാവരും നല്ല ഉറക്കിലാണ്. എന്താ പറയുക അപ്പോഴാണ് കിണറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കില്ല, വേഗം വിട്ട് അവിടുന്ന് വെള്ളം നിറച്ച് എന്താ പറയുക വേണ്ട വെള്ളം കുടിക്കുകയും ചെയ്യുന്ന കയ്യും മുഖമൊക്കെ കഴുകി ഇപ്പോൾ ഒന്ന് എന്താ പറയുക സെറ്റായിട്ടുണ്ട്. 4:30 ആയിട്ടുള്ളൂ. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നോക്കാം, തെളിഞ്ഞ് വരുമോ എന്ന് നോക്കാം നമുക്ക്. ഹലോ, എന്താ പറഞ്ഞാൽ എണീച്ചോ? ഒന്നുകൂടി ഉറങ്ങണ്ടേ? ഇത് ഞങ്ങൾ കൊണ്ടുവന്ന എമർജൻസി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മോർണിംഗ്.
ഞങ്ങൾ എന്താ പറയുക നമ്മുടെ ടെൻറ്റ് കിട്ടിയ ഒരു സ്പോട്ട് ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി അവന്മാരവിടെ കൊണ്ടുവിട്ടാൽ പിന്നെ ഒരു മനുഷ്യക്കുഞ്ഞിനെ കാണുന്നത് അവിടെ ടാപ്പിങ്ങിന് വന്നിട്ട് ആ ടീംസാണ്. ഇപ്പോൾ ഒരുപാട് ടീംസ് ചെക്കന്മാർ തന്നെ നമ്മുടെ ഒരു ഏജിലുള്ള ടീംസ് തന്നെ ഒരുപാട് അങ്ങ് മല കയറാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഞങ്ങൾ രണ്ടാമത് ഇറങ്ങണേ. 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കയറി നോക്കാം. ഇങ്ങനെ കയറി പോവുകയാണ്. ഞാൻ ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവിടെ ടെൻ്റ് അടിക്കുക. സത്യം പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ടോപ്പിലൊക്കെ എത്തിയിട്ട് അവിടെ ടെൻ്റ് അടിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് സാഹചര്യം കൊണ്ട് അങ്ങ് എത്താൻ പറ്റിയില്ല. ഓക്കെ, ഇന്നലെ നമ്മളിവിടെയൊക്കെ കയറിയ വഴി കേട്ടോ ഇത്. അതായത് നമ്മളൊരു ഏകദേശം ഒരു 200 മീറ്റർ നമ്മൾ റിട്ടേൺ ഇറങ്ങിയിട്ടുണ്ട്. 200 അല്ല, ഒരു 500 മീറ്ററോളം നമ്മൾ റിട്ടേൺ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ആദിവാസി കോളനി ഉണ്ട്. കുറച്ചുകൂടെ ആണ് പോയാൽ ഞാൻ കാണിക്കാം. കാരണം അവിടെ ഇന്നലെ അവരെ എന്താ പറയുക നായ്ക്കളുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടാമത് റിട്ടേൺ ഇറങ്ങിയ. അതെനിക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഓടി അങ്ങ് താഴോട്ട് ഇറങ്ങി. പിന്നെ അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോഴാണ് ഞങ്ങൾ അവിടെ ടെൻ്റ് അടിക്കാൻ കാരണം. അത് അവിടെ സ്റ്റേ ചെയ്തേക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വഴി നേരം വെളുത്ത് വരുന്നുള്ളൂ. ഏകദേശമൊക്കെ ഞാൻ കഴിയുന്ന വിധത്തിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ ആദിവാസികളുണ്ട് പറഞ്ഞില്ലേ, ഒരു കൂരയും ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക പൂന്തോട്ടം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെക്ഷനും കാണാം. അവിടെ ഒരു കൂര നമുക്ക് കാണാം. ഇതൊരു താമസിക്കുന്ന ഭാഗമാണ്. നമ്മൾ കയറി വന്ന വഴിതാ ഇങ്ങനെ കയറി. അവിടെ കണ്ട ആകാശം ഈ ഒരു ആകാശം മുകളിൽ ഇങ്ങനെ നോക്കി പോവുകയാണ്. ഏകദേശം ആ കാണുന്ന ഭാഗം എന്താണെന്ന് വിചാരിക്കുന്നു. പോയൊക്കെ അറിയാം. നമ്മൾ നേരത്തെ ഒരു വെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഉൾക്കാട് മാതിരിയാണ്. കാരണം ഇവിടെ അങ്ങ് ഫുള്ള് ഇരുട്ടാണ്. ഇപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ചേരം ഇരിക്കുകയാണ്. വേറെ ഏതോ ടീംസ് കയറി വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും എടുക്കാതെ പോകുന്നത്. കാരണം വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ശ്രമിച്ചത്, കാരണം എന്ന് പറഞ്ഞാൽ അത്രയും കയറ്റാണ്. അപ്പോൾ എന്താ പറയുക നമ്മുടെ ആദിവാസികളുടെ ആ ഒരു സെക്ഷനൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നിന്നാണ് പോയി കഴിഞ്ഞിട്ടില്ല നോക്കുക വേണ്ട. കാരണം താഴത്തേക്കുള്ളൊരു സീൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഉരുണ്ട് പോയിട്ടുണ്ടെങ്കിൽ താഴെ നിൽക്കും വല്ല മരോ കൊമ്പോ എന്തെങ്കിലുമൊക്കെ തറച്ചാണ് അവിടെ നിൽക്കലായിരിക്കും. ഓരോ മല കയറി ഞങ്ങൾ എന്താ പറയുക ടോപ്പ് ലെവൽ ഇങ്ങനെ നോക്കി അവിടെ എത്തുമ്പോൾ ഞാൻ പിന്നെ ഓരോ മലകളിങ്ങനെ വരിക. അപ്പോൾ അതിങ്ങനെ കയറി ഒരുപാട് സമയമെടുത്ത് നമ്മൾ കയറിയതാ. ഇപ്പോൾ ഒരു പാറേൻ്റെ സെക്ഷൻ എത്തിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കയറുന്നൊരു എന്താ പറയുക ഈ ലാസ്റ്റ് കയറ്റം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും എൻ്റെ ഇവിടെ വേറൊരു ടീം അവിടെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇനിയും പോകാണ്ട്. അപ്പോൾ അവർ പോകാൻ കഴിയാതെ റെസ്റ്റ് എടുത്തിരുന്നേക്കാം. അപ്പോൾ നമ്മുടെ ടീംസ് ഉണ്ടോ ബാക്കിലുള്ള ജസ്റ്റ് ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. മുകളിൽ ഏകദേശം എത്തിയെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഈ കിതപ്പൊക്കെ ഒന്ന് മാറിയ പോലെ. കാരണം അതൊരു ഐഡിയില്ലാതെ ഇങ്ങനെ കയറുകയാണല്ലോ. അപ്പോൾ എത്തിയെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഉന്മേഷം കിട്ടിയ പോലെ. അയ്യോ പോയി.
പിന്നെന്താ നമ്മൾ എവിടെ ചെന്നാലും ഇതാ ഈ ഒരു പരിപാടിക്ക് ഒരു കുറവില്ല. അങ്ങനെ ഈ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ അലമ്പാക്കാൻ എല്ലാവരും ഉഷാറാണ്. പോലെ ഇതെവിടെ ഇതെവിടുന്നാടാ ഈ സൗണ്ട്? എന്താ കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് പോകണ്ട, അങ്ങടത്തെ കയറാണ്ടതെ സ്ട്രൈറ്റ് വിട്ടാൽ മതി. അല്ല നമ്മളിപ്പോൾ അവിടെ കുറച്ച് ടീംസിനെ കണ്ടില്ലേ, ആ ടീംസിൻ്റെ അതാണ് നമ്മൾ വരുന്ന ആ എൻഡ്. അപ്പോൾ ഈ ഒരു ഇതാ നമ്മുടെ ടീംസ് ഇതാ പോകുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഈ പാറ ഇങ്ങനെ ചാടിച്ചാടിയിട്ട് കയറി ഇറങ്ങി ഇങ്ങനെ പോകേണ്ടി വരും. നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് നേരം കുത്തുന്നിട്ട് എന്താ പറയുക, കുറച്ച് നേരം ഒന്ന് കിടക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. ഇന്നലത്തെ ഉറക്ക് കുറച്ച് ബാക്കിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടോ ചോദിച്ചാലോ, ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണരുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കിൽ നിന്ന് പല സൗണ്ടൊക്കെ ഇങ്ങനെ വരിക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. നല്ല ടെൻറ്റ് സെറ്റ് ചെയ്ത സ്ഥലവും അതേപോലെ തന്നെ എന്താ പറയുക, അവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ടെൻറ്റ് സെറ്റ് ചെയ്തതും അതേപോലെ തന്നെ നമ്മുടെ ടെൻറ്റിൻ്റെ കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു നേരത്തെ കണ്ടല്ലോ ഈ ഒരു വേ, ഇത് നമ്മളടുത്ത മലയിലേക്ക് പോകുന്ന ഒരു വേ ആണ്. അതേപോലെ തന്നെ നമ്മൾ കയറി വന്ന വഴിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് എന്താ പറയുക, പിടുത്തമിട്ട ഏരിയ കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നോക്കുക വേണ്ട. കാരണം തടഞ്ഞു നിർത്താൻ മരങ്ങളുണ്ടെങ്കിൽ പോലും താഴെ എത്തും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ ഒരു ഒരു എൻട്രൻസ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ 4 റോപ്പായിട്ട് സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഇതിനൊരു എന്താ പറയുക സ്റ്റോപ്പറൊക്കെ വരുന്നുണ്ട്. അതായത് ഇത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടൊരു സ്റ്റോപ്പറൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ വലിയൊരു കാറ്റും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഉള്ളിൽ കാണിക്കാം. ഇത് ഏകദേശം ഒരു 4 ആൾക്ക് കിടക്കാം. അത്യാവശ്യം വലിയ ടെൻറ്റാണ്. ഞങ്ങൾ 3 ആൾ സുഖമായിട്ട് കിടന്നു. ഇന്നലെ ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പക്ഷേ എന്തായാലും മലപ്പുറത്തിനെ അപേക്ഷിച്ച് എന്തായാലും ഇത്ര റിസ്ക് എടുത്തുള്ളൊരു യാത്ര ഞാൻ നടത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലെയൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാഞ്ഞത്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ നമ്മളിത് ടെൻറ്റൊക്കെ അടിച്ചങ്ങ് സെറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റൊന്നും വിരിച്ച് സെറ്റ് ചെയ്തില്ല. എന്തായാലും നമ്മൾ വിചാരിച്ച പോലത്തെ ആ ഒരു ഫോഗൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ വന്നിട്ട് ഒന്നായിട്ട് അങ്ങ് മൂടി കിടക്കുകയാണ്. സൺറൈസ് പിന്നെ തിരക്കേടില്ല, നമുക്ക് വിചാരിച്ച പോലെ അങ്ങ് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, മുമ്പ് നമ്മൾ മിസ്റ്റി ഗ്രീനിലൊക്കെ കണ്ട പോലെ തന്നെ അങ്ങ് എന്താ പറയുക പരവതാനി വിരിച്ച പോലുള്ള ഒരു വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. ടോപ്പിലെ ഒരു വ്യൂ കണ്ടില്ലേ, അതേപോലെ തന്നെ ചുറ്റും ഇത് 3 മലയാട്ടോ. അതായത് ഒരു ഫസ്റ്റ് മല, അതേപോലെ തന്നെ സെക്കൻഡ്, ഇനി ഒരു തേർഡ് അവിടെ ഒന്നുകൂടി ഉണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻ്റ് അടിക്കാനൊന്നും കഴിയില്ല. അവിടെ കുറച്ച് ഡേഞ്ചറാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം ലെവലാണ്, നിരപ്പാണ് മല 3. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എന്താ പറയുക, താഴത്തുള്ള വ്യൂ ആണ്. താഴത്ത് നമ്മൾ എന്താ പറയുക ഒന്നായിട്ട് ഫോഗായിട്ട് അങ്ങ് മൂടി കിടക്കുകയാണെങ്കിലും എന്താ പറയുക അത്യാവശ്യം തിരക്കേടില്ല. സൺറൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ തന്നെ.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു യൂണിറ്റിയിൽ എന്ന് പറഞ്ഞ ഒരു കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ ഒരു മലയുടെ മുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കിളികളുടെ സൗണ്ടും അതേപോലെ തന്നെ ഈ കാറ്റിലിങ്ങനെ ഇലകളൊക്കെ വരുന്ന സൗണ്ടും അങ്ങനെയുള്ള സൗണ്ടിൻ്റെ കൂടെ തന്നെ മലപ്പുറം ജില്ലേനെ അപേക്ഷിച്ച് ഒരുപാട് കോറികളുടെ സൗണ്ട്, അതായത് താഴത്തുനിന്ന് ഇങ്ങനെ പാറ പൊട്ടിക്കുന്ന സൗണ്ട്, അങ്ങനെയുള്ള സൗണ്ട്സൊക്കെ ഒരുപാട് കേൾക്കലുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ നേരം വെളുത്ത് തുടങ്ങിയപ്പോൾ ആ സൗണ്ടൊക്കെ വന്ന് തുടങ്ങി. ഇതുവരെ അങ്ങനത്തെ സൗണ്ടൊന്നുമില്ല. അയ്യോ, ഇത് ഞങ്ങളെ ഹെൽമെറ്റ് കേട്ടോ. ഞങ്ങൾ തലയിൽ വെച്ച് വേർത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ തൂക്കിയിട്ടാണ്. താഴെ പാറ, അതായത് കോറിയൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് കിലോമീറ്റർ അപ്പുറം കേട്ടോ അത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ചാലിയാർ കാണാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് മുമ്പ് ഞാൻ കണ്ടിരുന്നു. യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടതിൽ ചാലിയാർ കാണാൻ പറ്റുമെന്ന് കണ്ടിരുന്നു. പക്ഷേ ഇവിടെ എവിടെയും എന്തായാലും ഒന്നാമത് മഞ്ഞായിട്ട് താഴോട്ട് കാണുന്നില്ല. കുറച്ചുകൂടെയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കാം താഴത്തെ വ്യൂസ് എങ്ങനെയാണെന്ന് അറിയാൻ. അപ്പോൾ ഈ ടെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ടെൻ്റ് അല്ല കേട്ടോ. എൻ്റെ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് എൻ്റെ നമിത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് തന്നതാണ്, അവൻ്റെ ടെൻറ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ടെൻറ്റ് ക്യാമ്പയിനൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ ഒരു ടെൻറ്റ് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ഏതായാലും പ്ലാനുണ്ട്. അപ്പോൾ ഞാനെങ്ങനെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 4 ആൾക്കെങ്കിലും കിടക്കാൻ പറ്റുന്നൊരു ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നൊരു ടെൻറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ ഭാരം എന്തുമാത്രം ഉണ്ടെന്ന് അറിയാം. ഇതൊരു 5 ആൾക്കൊക്കെ കിടക്കാൻ പറ്റുന്ന ടെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഭാരം ഞാൻ ആലോചിക്കുക, അത്രയും വലിയ ടെൻറ്റൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ക്യാമ്പയിൻ വരുമ്പോൾ ഒരുപാട് റിസ്ക്കാണ് അത് താങ്ങി പിടിച്ച് വരിക എന്ന് പറഞ്ഞാൽ. എന്നാലും ഞങ്ങൾ മാറി പിടിച്ചിട്ടാണ് കയറി വന്നത്. അപ്പോൾ എന്തായാലും ഇനി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആൾക്കൊക്കെ കിടക്കാൻ പറ്റിയൊരു ക്യാമ്പയിൻ ചെയ്യാൻ പറ്റിയൊരു ടെൻറ്റ് മേടിക്കുകയുള്ളൂ. കാരണം ഇത് ഭയങ്കര വെയിറ്റാണേ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3 മലകൾ പറയാനുണ്ട്. 3 മലകളാണ് മെയിനായിട്ട് ഇവിടുത്തെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ 3 മലകളിൽ കയറി കഴിഞ്ഞാലാണ് മെയിനായിട്ട് ഇവിടുത്തെ ആ ഒരു വ്യൂ കിട്ടുക. അപ്പോൾ അത് നമ്മൾ വന്ന വഴി അവിടെ ഒരു ടീംസിനെ കാണണ്ടല്ലോ, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വേറൊരു മലയിലാണ്, അത് സെക്കൻഡ്. നമ്മുടെ ടെൻറ്റ് കണ്ടോ, ടെൻറ്റ് അവിടെയാണുള്ളത്. പിന്നെ നേരെ അവിടെ കാണുന്ന മല, അവിടെയാണ് തേർഡ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിട്ടില്ല. ഏകദേശം ലെവലായതിനെ കൊണ്ട് ഇപ്പോൾ അതിൻ്റെ മുകളിലോട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടുന്ന് വന്നിട്ടുള്ള ടീംസൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു ഫോഗായിട്ട് ജസ്റ്റ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു വ്യൂ അല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ റിവ്യൂ ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടപ്പം ഇങ്ങനെയൊന്നല്ല. ഒന്നായിട്ട് നമ്മൾ ഈ കുറുമ്പാലക്കോട്ട, അതേപോലെ തന്നെ നമ്മുടെ മുമ്പത്തെ വീഡിയോ മിസ്റ്റേക്ക് ഗ്രീനിൽ അവിടുത്തെ ഒരു റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ പോലെ ആ ഒരു വ്യൂ കിട്ടിയിട്ടില്ല. എന്നാലും ജസ്റ്റ് താഴോട്ടുള്ള വ്യൂ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. എന്തൊക്കെയാണ്, എപ്പോൾ കയറിയതാണ്, എവിടെയാ ബ്രോയുടെ നാടെവിടെയാ? നെല്ലിപ്പറമ്പ് മഞ്ചേരി അല്ലേ? ഓക്കെ, കയറിക്കോളൂ. എന്നിട്ട് എപ്പോൾ കയറിയതാണ്? 6:45 അല്ലേ? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞൊരു കാര്യം പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഈ മലയുടെ മുകളിൽ വന്നിട്ട് നിന്നിട്ട് കിട്ടുന്നൊരു സുഖം എന്താണെന്നുള്ളത് ഇതൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞറിയിക്കുക എന്നുള്ള അറിയില്ല. കണ്ടോ, ടെൻറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ 3 പേര്, ഇപ്പോൾ ഈ മലേൻ്റെ മുകളിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഒരുവിധം ടീംസൊക്കെ ഇറങ്ങി. പക്ഷേ ഈ മല, അത് ഞാൻ 3 മലയിൽ ഈ ഒരു മലയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഉള്ളിൽ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റായിട്ട് അവൻ ക്ഷീണിച്ച് കിടക്കുകയാണ്. റിവ്യൂ ഇത് അവിടെ ഉണ്ട്. റിവ്യൂ ഒരായി പറഞ്ഞോ. ഹായ്. അപ്പോൾ നമ്മൾ ടെൻറ്റിൽ കുറച്ച് നേരം ഒന്ന് കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. കാരണം നല്ല ക്ഷീണമുണ്ട്. കാരണം ഇന്നലത്തെ രാത്രിയത്തെ കാര്യങ്ങൾ ഞാൻ പറയണ്ടല്ലോ, അത് നിങ്ങൾക്കത് മനസ്സിലാക്കാം, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെക്കന്മാർ ടെൻറ്റൊക്കെ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചാലിയാറിൻ്റെ കാര്യം. ചാലിയാർ നമ്മുടെ ഈ ബാക്കിൽ വരുന്ന ഭാഗത്താണ് ചാലിയാർ വരുന്നത്. ഈ ക്യാമറയിൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, കിട്ടത്തില്ല. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് അത് എന്തായാലും ഞാൻ പറയല്ലോ, ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഇത്രയും ഒരു ഇങ്ങനെ അഡ്വഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയിട്ട് റിസ്ക് എടുത്തിട്ട് വന്നൊരു യാത്ര വേറെ ഉണ്ടായിട്ടില്ല. അതുമല്ല, നമ്മൾ ടെൻറ്റ് ക്യാമ്പയിനൊക്കെ ആദ്യമായിട്ടാണല്ലോ. ഇനി മെല്ലെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ചെറുതായിട്ട് വിശക്കണൊക്കെ ഉണ്ട്, വെയിലൊക്കെ അറച്ചു തുടങ്ങി. അപ്പോൾ എന്താ പറയുക, ഇവരിതാ ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഇപ്പോൾ താഴോട്ടൊന്നും കാണുന്നില്ല കേട്ടോ. വെയിലുണ്ടെങ്കിൽ പോലും, ഇവിടെ വെയിൽ അരച്ചാൽ പോലും നമുക്ക് തണുപ്പുകൊണ്ട് ശ്വാസം വലിക്കുമ്പോൾ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഒരു വേദന പോലെ, ഒരു തണുത്ത കാറ്റിങ്ങനെ വലിച്ചു കയറ്റിയിട്ടാവുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി ഇന്നലെ കാണിക്കാൻ പറ്റാത്ത കാഴ്ചകളൊക്കെ ജസ്റ്റ് കഴിയുന്ന വിധത്തിൽ കാണിക്കാം. നമ്മൾ ടെൻ്റ് അടിച്ച ഭാഗങ്ങളൊക്കെ കാണിക്കാം. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 10-200 മീറ്റർ പോന്നിട്ടുണ്ടാവും. നമ്മളെല്ലാ പ്രാവശ്യം പറയുന്ന പോലെ കയറുമ്പോഴായിരിക്കും ഇറങ്ങുന്ന സുഖം, ഇറങ്ങുമ്പോഴായിരിക്കും കയറുന്ന സുഖം. കേട്ടോ, ഞാൻ വഴി കാണിച്ചു തരാം. കേട്ടോ, കറക്റ്റ് അത്രയും ചെങ്കുത്ത് പറഞ്ഞാൽ അത്രയും ചെങ്കുത്താണ്. ഇപ്പം ഞാൻ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു ഇതാ വള്ളിയൊക്കെ ഇങ്ങനെ പിടിച്ച് താങ്ങിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. ഇത് നമ്മൾ അവന്മാരെ ഇറക്കി തന്നതിൻ്റെ ശേഷം നമ്മൾ പോന്നിരുന്നല്ലോ. അപ്പോൾ ഒരു ടീംസിലൂടെ നമ്മളൊരു വോയിസ് കാണിച്ചിരുന്നല്ലോ വഴി ചോദിക്കുന്ന ആ ഒരു ടോപ്പാട്ടത്, ഒരു വൈറ്റ് ഡോട്ട് പോലെ നമ്മളപ്പോൾ അങ്ങനെ കയറി വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് എന്താ പറയുക കവർ ചെയ്തിട്ടാണ് പോരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ മല കയറില്ല, 1-2 മല. ഇവിടെ നോക്കിയാൽ തന്നെ 1 മല 2 മല, രണ്ടാമത്തേൽ താഴെയാണ് ആ ബിൽഡിങ് കിടക്കുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വഴി ചോദിച്ചാൽ. അപ്പോൾ നമ്മളിപ്പോൾ കയറി വരുന്നത് ഈ ഒരു വഴിക്കാണ്. അപ്പോൾ ഈ ഒരു വഴിക്ക് ഞാൻ ആലോചിക്കുക, നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് വരുന്നത്, ഡയറക്റ്റ് കയറി വരില്ല. നമ്മൾ ഇന്നലെ ഇവിടെ ഒരു വീട് കണ്ടില്ലേ, കുറേ താഴോട്ട് ഇങ്ങോട്ട് പോകുന്നിട്ടോ, ഞാൻ ഷോട്ട് എടുത്തിട്ടില്ല എന്നുള്ളൂ. ആരൊരു സ്ത്രീ അവിടെ നടന്നു വരുന്നുണ്ട്, താഴത്തുനിന്ന് ഒരു വയസ്സായ സ്ത്രീ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ കോളനി, അതായത് ആദിവാസികളുടെ. ഇന്നലെ ഇവിടം വരെ വന്നിട്ട് ഭയങ്കര അവരെ വീട്ടിലെ നായകളെ സൗണ്ടൊക്കെ ആയിട്ട് പിന്നെ പേടി ഞങ്ങൾക്ക് തിരിച്ച് അതിനെങ്ങാനും കയറി ഒരു വിടുമെന്നുള്ള പേടിയൊക്കെ. പിന്നെ അവർ കുറച്ച് ഡേഞ്ചറാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ടീംസും ഉണ്ട്, അതല്ല എന്താ പറയുക കുറച്ച് അലമ്പായിട്ടുള്ള ടീംസും ഉണ്ട്. അപ്പോൾ ഇവരെ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ പയ്യന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ഞങ്ങൾ കൊണ്ടോട്ടിന്ന് പോകണം. അവരെന്തോ വിളിച്ച് ചോദിച്ചിട്ട് അവിടെ ഉള്ള ചേച്ചി ജസ്റ്റ് ആളുകളുണ്ടല്ലേ, നിങ്ങൾ എവിടുന്നാണ്. തിരിച്ച് കയറുമ്പോൾ ഇവിടെ ഈ വീട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വഴി ചോദിച്ചു, പോകേണ്ട വഴി. അപ്പോൾ എന്തോ പറഞ്ഞു, നേരെയാണെന്ന് പറഞ്ഞു, പക്ഷേ അവരുടെ സ്ലാങ്ങിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഒരു വീടാട്ടോ, ഈ കാണുന്ന മൊത്തം ഇവരെ എന്താ പറയുക ഈ ആദിവാസി കോളനി സെക്ഷനാണ്. അവരുടെ മുറ്റത്തുള്ള വഴിയാപ്പത്. ഇത് ഡേഞ്ചറായി നോക്കിയാട്ടെ. ഇവരൊക്കെ ഒന്ന് പുറത്ത് പോയി വരുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. പക്ഷേ കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, എല്ലാ വീട്ടിലും വൈദ്യുതിയൊക്കെ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു 3 വഴിയായിട്ട് തിരിയാം. ഈ വഴി നേരെ അങ്ങോട്ട് ഒരു കുറച്ചങ്ങോട്ട് നടക്കണം. ഞാൻ ഏതായാലും ഇപ്പോൾ അങ്ങോട്ട് നടക്കുന്നില്ല. അവിടെ ഈ വഴി ചെന്നിട്ടൊരു എൻഡിൽ നിൽക്കുകയാണ്. അതിന് നടുവിലാണ് ഞങ്ങൾ ടെൻ്റ് എടുത്ത് രാത്രി നിന്നത്. അപ്പോൾ അതവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ മുകളിലോട്ട് പോകാൻ കഴിയായിട്ട്, കാരണം അവിടെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഈ നായകളെ സൗണ്ടൊക്കെ ഉള്ളതിനെ കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ തൽക്കാലം അവിടെ ടെൻ്റ് അടിച്ച് നിർത്തിയാണ്. ഇവിടെ ബൈക്കൊക്കെ ഉണ്ട് ബാക്കിൽ, കാരണം മുകളിലേക്ക് വന്ന ടീംസിൻ്റെ തന്നെ ആയിരിക്കും. നമ്മളെന്തായാലും നല്ല സേഫായിട്ടുള്ള സ്ഥലത്തൊക്കെ കൊടുത്ത് അവന്മാർ കൊണ്ടുപോയല്ലോ, പേടിക്കാനില്ല. കാരണം നമ്മൾ രാത്രി കയറുന്നത്, ഇവിടെ അങ്ങ് വെച്ച് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ ടീംസിനെ കാണിച്ചല്ലോ, ഞാനങ്ങ് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ നല്ല ടീംസും ഉണ്ട്. എന്നാൽ പോലും വേറൊന്നുമില്ല, അവരുടെ സ്ഥലത്ത് നമ്മളൊക്കെ കടന്ന് കയറുന്നതിൻ്റെയാണ്, വേറൊന്നുമില്ല. അവരുടെ സ്ഥലത്തല്ല, മേലോട്ടുള്ള വഴിയാണ്. എന്നാൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ടെന്നുള്ള ലെവലാണ് അവർ ചിന്തിക്കുന്നത്. ഇതാട്ടോ നമ്മൾ ഇന്നലെ ഈ വഴി അങ്ങ് ഡയറക്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ടാപ്പിങ്ങിൻ്റെ ഒരു സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അവന്മാർ ആദ്യം പറഞ്ഞ വഴി ഇതാണ്. ഇവിടെ ഒരു വഴിയുണ്ട്, ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഒരു വഴിയുണ്ട്, റബ്ബർ തോട്ടത്തിൻ്റെ മുകളിൽ കൂടെ. അതായത് ഈ ആദിവാസീൻ്റെ ആ ഒരു എന്താ പറയുക ആ കോളനി കവർ ചെയ്യാതെ പോകാനുള്ള വഴിയായിരുന്നു. അവർ ഈ സമയത്ത് പോകാൻ കഴിയില്ല, അതുകൊണ്ട് എളുപ്പമായിട്ട് പറഞ്ഞതെന്നാണ്. എന്താ പറയുക, പക്ഷേ നമുക്ക് അതിലൂടെ പോകാൻ കഴിഞ്ഞില്ല. അതിലൂടെ കയറിയിട്ട് നമ്മൾ റിട്ടേൺ ഇറങ്ങിയേക്കുക, പിന്നെ നമ്മൾ മുകളിലോട്ട് പോയേക്കുക. നമ്മൾ വന്ന വഴി ഇതാണ്. അപ്പോൾ റൈറ്റ് പോകാനായിരുന്നു അവന്മാർ പറഞ്ഞത്. ഇവിടെ ഒരു കിണറുണ്ട്, ഇവിടെ ചോദിച്ചാൽ പറയാൻ ഞാൻ റബ്ബറിൻ്റെ ഷീറ്റ് നോക്കിയാട്ടെ. ഇതിങ്ങനെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അജിത്തും പ്രവീണൊക്കെ അവിടെ നിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ അത് എത്ര കോലുണ്ടാവും കിണർ അറിയില്ലല്ലേ? എത്ര? അത്രേ ഉള്ളൂ അല്ലേ? ശരി. ഇതിപ്പോൾ എന്ത് വില ഉണ്ട് മാർക്കറ്റിൽ? എന്ത് വില ഉണ്ട് ഷീറ്റൊക്കെ? എങ്ങനെ? 152 അല്ലേ? ഇതിപ്പോൾ സൈസിൽ വ്യത്യാസം വരും, ഒക്കെ ഒരേ സൈസാണ് വരിക? അത് ശരി. ഇത് നമ്മൾ ഇന്നലെ കയറിയ വഴിയാണ്. ഇവിടെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഇടയിലൊരു മല ഉണ്ട്. റബ്ബർ തോട്ടമല്ല, അതിനോട് കാണാൻ പറ്റുന്നില്ല. അവിടെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക നമ്മളെ വ്യൂ പോയിൻ്റ് അവിടെയായിരുന്നു വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നമ്മൾ ഈ ഒരു വഴിക്ക് ഇങ്ങനെ പോയിട്ട് ഇതിലൂടെ ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ ആർച്ചായിട്ട്, അതായത് ഇങ്ങനെ മാറി വളഞ്ഞിട്ടാണ് കയറിയത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിന്നലെ രാത്രി വഴി തെറ്റിയ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ആ വഴി ഇത് അവിടെ നിന്ന് കാണാം, ഒരു വഴി അവിടെ നിന്ന് കാണണ്ടല്ലോ. ആ വഴി പിന്നെ രണ്ടാമത് ഞങ്ങൾ മാറിയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് രണ്ടാമത് തെറ്റിയ വഴി 2ാം പണിയായിട്ട് ഇങ്ങനെ കയറി വന്നിരിക്കുക.
നമ്മൾ ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് നേരെ അങ്ങ് പോയിട്ടൊരു കുറേ അങ്ങ് പോയിട്ട് പിന്നെ വഴി എത്തിയെന്ന് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വഴിക്കാണ് പോകണ്ടേ. നമ്മൾ ഈ മുകളിൽ കാണുന്ന മല ഉണ്ടല്ലോ, അതാട്ടോ നമ്മുടെ വ്യൂ പോയിൻ്റ്. നമ്മളിതാ വന്ന വഴി അതിങ്ങനെ കയറിയിട്ട് റൗണ്ട് ചെയ്തിട്ടതാണ് ഇങ്ങനെ ആ ടോപ്പിലെത്തണേ. ഓ, ഇത് ഡയറക്റ്റ് വഴിയില്ല, ഡയറക്റ്റ് കയറണം, ഡയറക്റ്റ് കുത്തണം. അങ്ങനെയൊന്നും പോകാൻ തന്നെ കഴിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ രാത്രി ആയതുകൊണ്ട് വഴിയും കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. നമ്മൾ അരീക്കോട് നിന്ന് ഒതായി റോഡ് കയറിയിട്ടുണ്ടെങ്കിൽ ഒതായിന്ന് പിന്നെ ചൂളാടിപ്പാറ പിന്നെ പൂവത്തിങ്കൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ റോഡ് കാണാം. റോഡ് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ചെക്കുന്നുമല എന്ന് പറഞ്ഞിട്ട് ഒരു ടീം എന്തോ പരിപാടിയിലാണ്. ഇവിടെ ബോർഡ് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ താഴത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങ് തീർക്കുക എന്നുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ മച്ചാന്മാരെ നമ്മുടെ ബൈക്ക് സേഫായിട്ട് നമുക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ, അതായത് എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കുക എന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ അവർ നമ്മളെ ഇന്നലെ ഒരുപാട് തവണ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിരുന്നു. അവർ അതിന് വേണ്ട രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് തന്നത്. കാരണം അവിടേക്ക് പോകാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് റൂട്ടിലല്ല നമ്മൾ പോയത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ എൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു താങ്ക്സ് ഒക്കെ പിരിഞ്ഞിട്ട് അവരങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അലർട്ട് ചെയ്തേക്കുക. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.